കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മലപ്പുറം KFC ഓഫീസിൽ നിന്ന് വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ ആരോപണത്തിൽ വിശദീകരണവുമായി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ. വ്യാജ പരാതിയിലാണ് തനിക്കെതിരെ വിജിലൻസ് കേസെടുത്തതെന്നും രാഷ്ട്രീയ പകപോക്കലിന് വിജിലൻസിനെ ആയുധമാക്കുകയാണെന്നും അൻവർ പറഞ്ഞു. MLA ആകുന്നതിന് മുൻപ് 2015 താൻ 3 വായ്പകൾ എടുത്തത്. 1.56 കോടി രൂപ വായ്പ എടുത്തതിൽ 2.14 കോടി അടച്ചു തീർപ്പാക്കി. 3.05 കോടിയുടെ വായ്പയിൽ 2.14 കോടിയും 4.90 കോടി വായ്പയെടുത്തതിൽ 1.62 കോടിയും തിരിച്ചടച്ചു. ഇതിനെല്ലാം രേഖകളുണ്ട്. ഇത് മറച്ചുവെച്ചാണ് 1 രൂപ പോലും അടച്ചില്ലെന്ന പ്രചരണം നടത്തുന്നത്. ലോണെടുത്ത എല്ലാവർക്കും ഒറ്റത്തവണ തീർപ്പാക്കലിന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അവസരം നൽകിയിരുന്നു. ഇതിനായി 29,500 രൂപ ഫീസ് അടച്ച് താനും അപേക്ഷ നൽകി. ഈ തുക പോരെന്നും 3 ലോണുകളും ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ എല്ലാം ഒരുമിച്ച് തീർക്കണമെന്നും KFC അറിയിച്ചു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിരസിച്ച തുകയേക്കാൾ 10% തുക വർദ്ധിപ്പിച്ചടയ്ക്കാമെന്ന് താൻ രേഖാമൂലം അറിയിച്ചെങ്കിലും ഇതിന് മറുപടി ലഭിച്ചില്ല. ഒറ്റത്തവണ തീർപ്പാക്കലിൽ നിന്ന് തന്നെ മാത്രം ഒഴിവാക്കുകയായിരുന്നുവെന്നും അൻവർ പറഞ്ഞു. 70159511 ഈ ലോണ് എടുക്കുന്ന ഡേറ്റ് 8 ഡിസംബർ 2015 അതായത് ഞാൻ MLA ആകുന്നതിന് മുമ്പ്. അത് 1,56,00,000 ആ 1,56,00,000 ആ ലോണ് 2,14,51,501 വച്ച് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോക്യുമെൻ്റാണ് നിങ്ങൾക്ക് പരിശോധിക്കാം. മറ്റൊരു ലോണ് ഉണ്ടായിരുന്നത് 2015 ഡിസംബറിൽ തന്നെ 3,05,00,000. 3,05,00,000. അതിൽ ഇന്നേ വരെ 2,14,76,968 എമൗണ്ട് അടച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റും രേഖകളുമാണ്. അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. മൂന്നാമത്തെ ലോണ് എന്ന് പറയുന്നത് ലോൺ നമ്പർ 017511 4,90,00,000. അതിലേക്ക് 1,62,50,746 അടച്ചിട്ടുണ്ട്. അതിൻ്റെ റെസീറ്റും KFCൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതൊക്കെ. ഇതിൽ വിഷയം എവിടെ വരുന്നതെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ മാർച്ചിൽ KFC 1 ടൈം സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ എല്ലാവർക്കും ഇവരുടെ കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നു. അതിൽ നമ്മളും അപ്ലൈ ചെയ്തു. 1 ടൈം സെറ്റിൽമെൻറ്റ് നമ്മൾ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ 27/3/2023 KFC എന്ന മറുപടിയാണ്. The corporation has examined your promised settlement proposals for construction PVR developers, both dated 24/3/25, and noted that your offer is significantly low compared to the outstanding balance and the security value. Therefore, you are requested to enhance your proceed further with the settlement. ഈ സെറ്റിൽമെൻറ്റിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇവർക്കൊരു ഫീസ് അടക്കേണ്ടതുണ്ട്. ആ ഫീസിൻ്റെ റെസീറ്റാണിത്. 29,500 രൂപയുടെ ചെക്ക് DD ഇവിടെ HDFC ബാങ്കിൽ നിന്ന് കൊടുത്ത് നമ്മൾ 1 ടൈം സെറ്റിൽമെൻറ്റിന് അപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ഫോമും അതിൻ്റെ മറുപടിയാണ്. ഈ മറുപടിയിൽ അവർ പറഞ്ഞത് നമ്മൾ ഓഫർ ചെയ്ത സംഖ്യ വളരെ കുറഞ്ഞു പോയി. Please also note that no compromise settlement will be entertained 29/3/25 as per the prevailing policy. Additionally, as the security properties are common and connected with the both loans, to release of any part of the security will be considered upon the fulfillment of both loans. അതായത് ഈ 3 ലോണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലിങ്ക് ആയി നിൽക്കുന്നതുകൊണ്ട് ഒരു ലോൺ നമ്മൾ ക്ലോസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഒരുമിച്ച് ഇത് സെറ്റിൽ ചെയ്യണമെന്നാണ് KFC ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എമൗണ്ട് പോരാ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കത്ത് കൊടുത്തു 10th ഏപ്രിൽ KFCക്ക്.
അതായത് നമ്മളിപ്പോൾ ഓഫർ ആദ്യം കൊടുത്ത് KFC നിരസിച്ച എമൗണ്ടിനേക്കാളും 10% കൂടി നമ്മൾ കൂട്ടി അടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇതിന് മറുപടി തന്നിട്ടില്ല. അപ്പം കേരളത്തിൽ KFC അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ കൊടുത്ത ഫസ്റ്റ് ആപ്ലിക്കേഷനൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. KFCയുടെ എല്ലാ ലോണീസിനും ഈ പറയുന്ന മേഴ്സി സെറ്റിൽമെൻറ്റ് അവൈലബിലിറ്റി കേരളത്തിൽ ഉടനീളം കൊടുത്തപ്പോഴും ആ മേഴ്സി സെറ്റിൽമെൻറ്റ് കിട്ടാത്ത ഏക വ്യക്തി PV അൻവറാണ്. അതിൻ്റെ കാരണം ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. പിന്നെ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്താൽ ആദ്യം വിജിലൻസ് ഒരു അന്വേഷണം നടത്തുമല്ലോ. നമ്മളെ വിളിക്കും, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ഈസ്റ്റ് ലൈവ് മഞ്ചേരി.